ബി.ജെ.പി. ശക്തി പ്രാപിച്ചിരിക്കുന്ന തിരുവനന്തപുരത്തും തൃശൂരും എൽ.ഡി.എഫിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പുറത്തുവിട്ടിരിക്കുന്നത് വേറെ ആരുമല്ല, CPM-ഉം CPI-യും ഒക്കെ തന്നെയാണ്. എന്തായാലും സംസ്ഥാനത്ത് എൽ.ഡി.എഫ് അധികാരത്തിൽ വരുമോ എന്നുള്ള ചോദ്യത്തിന് നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാനുള്ള നേരിയ സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തിരുവനന്തപുരത്തും തൃശൂരും വലിയ തിരിച്ചടി എൽ.ഡി.എഫിന് നേരിടേണ്ടി വരും എന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. 15 മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് വിജയിക്കാനാകുമെന്നാണ് CPI പറയുന്നത്. സംസ്ഥാന നിർവാഹക സമിതി യോഗമാണ് CPIയുടെ ഇത് വിലയിരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 72 മുതൽ 80 സീറ്റുകൾ വരെ ഇടതുമുന്നണികൾക്ക് വിജയിക്കാനാകും. തൃശൂരിൽ വലിയ തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്നാണ് CPI ഇപ്പോൾ വിലയിരുത്തുന്നത്. നമുക്കറിയാം, തൃശൂര് പത്മജ വേണുഗോപാലാണ് അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പത്മജയ്ക്ക് അവിടെ കരുണാകരന്റെ അച്ഛനായിട്ടുള്ള മുൻ ലീഡർ കോൺഗ്രസിന്റെ കരുണാകരന്റെ വോട്ടുകളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളുണ്ട്, NDAയുടെ വോട്ടുകൾ അവിടെ ലഭിക്കും, BJPയുടെ വോട്ടുകൾ ലഭിക്കും. പോരാത്തതിന് സുരേഷ് ഗോപിയുടെ സ്വാധീനം കൊണ്ടുള്ള വോട്ടുകളും അവിടെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ തൃശൂരിൽ CPIക്ക് വലിയ തിരിച്ചടി നേരിടുന്നു എന്ന് പറയുമ്പോൾ അവിടെ വിജയിക്കാൻ സാധ്യതയുള്ളത് ആരാണ് എന്ന് മാത്രം അവർ പറയുന്നില്ല. എന്തായിരുന്നാലും LDF അവിടെ UDF വിജയിക്കും എന്ന് പറയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഇപ്പോഴും ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് നടക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും BJP വിലയിരുത്തുന്നത് പത്മജ വേണുഗോപാൽ കഴിഞ്ഞ തവണ അവർ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചപ്പോൾ 800 വോട്ടിന് പരാജയപ്പെട്ടു പോയ മണ്ഡലമാണ് തൃശൂർ എന്ന് പറയുന്നത്. ഇത്തവണ BJPയിലാണ്. ഇവിടെ പത്മജ വേണുഗോപാൽ വിജയിച്ച് MLA ആകുമെന്ന് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.